ആഘോഷിക്കുന്ന അല്ലെങ്കിൽ മരിച്ച ദിവസം ചരമദിനം ആചരിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ആ നിലക്ക് പ്രവാചകന്മാരുടെ ജന്മദിനങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. മഹാനായ നമ്മുടെ നേതാവ്, ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. സംശയമില്ല. റബീഉൽ അവ്വലിൽ ഏത് ദിവസമാണ് എന്നതിൽ തർക്കമുണ്ട്. 2-നാണെന്നും 8-നാണെന്നും 9-നാണെന്നും 12-നാണെന്നും 18-നാണെന്നും വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതേതോ ആകട്ടെ, റബീഉൽ അവ്വലിലാണ് ജനിച്ചത് എന്നതിൽ തർക്കമില്ല. എന്നാൽ ആ മാസത്തെ സംബന്ധിച്ച് അതിന്റെ മഹത്വങ്ങൾ വല്ലതും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച ഇടം മുതൽ അവന്റെ അടുക്കൽ അവൻ നിർണയിച്ചിട്ടുള്ള മാസങ്ങൾ 12 ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച ഇടം മുതൽ അവൻ എണ്ണിക്കണക്കാക്കിയിട്ടുള്ളത് 12 മാസങ്ങളാകുന്നു. ആ 12 4 പ്രത്യേകം പവിത്രമാകുന്നു. പവിത്രമാണെന്ന് അള്ളാഹു പറഞ്ഞ ആ 4 മാസങ്ങളുടെ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല. പിന്നെ അള്ളാഹു പവിത്രമാണ്, മഹത്വമുള്ളതാണെന്ന് ഖുർആനിൽ പറഞ്ഞത് റമദാൻ മാസമാണ്. അതിന് കാരണവും അല്ലാഹു തആല വിശദീകരിച്ചു. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാൻ, അതിന്റെ പ്രത്യേകത എന്താണ്? ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു. അപ്പൊ 4 മാസം പവിത്രമാണ്. അതേപോലെ റമദാനും പവിത്രമാണ്. 5 കഴിഞ്ഞു, ബാക്കി 7 ഉണ്ടല്ലോ. ഈ മാസങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണ മാസമാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വലിന്റെ ഒരു പോരിശ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന്റെ ഒരു മഹത്വം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വിശദീകരിച്ചു തന്നിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പ്രവാചകൻ ആഘോഷിച്ചില്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് ആഘോഷിക്കാൻ പറഞ്ഞില്ല. അതല്ലെങ്കിൽ സ്വഹാബത്ത് ആഘോഷിക്കുകയോ ആഘോഷിക്കുന്നത് കണ്ടിട്ട് അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രമാണമാകുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖൗലാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഫിഅലാണ്, അതുപോലെ തന്നെ അവിടുത്തെ തഖ്രീറുമാണ്. ഖൗല് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ വാക്കാണ്. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണം, എൻ്റെ ജന്മദിനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരൽപ്പം സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കാരക്കയുടെ ചുളയെങ്കിലും നിങ്ങൾ ധർമ്മം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വരിയെങ്കിലും എനിക്ക് വേണ്ടി മദ്ഹ് ഗീതം പാടണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി ഒരു കർമ്മം ചെയ്യണം എന്ന് റബീഉൽ അവ്വൽ റസൂലുള്ളാഹി ജനിച്ച മാസം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ഖൗല് ഉണ്ടാവണമെങ്കിൽ, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് റസൂലുള്ളാഹിയുടെ ഖൗല്. ഇനി അതുമല്ലെങ്കിൽ പ്രവാചകന്റെ ഫിഅല് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തന്നെ നേരിട്ട് ചെയ്യുക. പ്രവാചകൻ തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഇനി അതല്ലെങ്കിൽ മൂന്നാമതായി സുന്നത്തായി മാറുന്നത് തഖ്രീറിലൂടെയാണ്. തഖ്രീർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന ഒരു കാര്യം. ഉദാഹരണത്തിന് സ്വഹാബിമാർ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു, നബി അത് കാണുന്നു, നബി അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അംഗീകാരം കിട്ടിയിരിക്കുകയാണല്ലോ ആ വിഷയത്തിൽ. അതിനാണ് അംഗീകാരം അല്ലെങ്കിൽ മൗനാനുവാദം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖൗലിലൂടെയോ അഥവാ വാക്കിലൂടെയോ ഫിഅലായ പ്രവൃത്തിയിലൂടെയോ തഖ്രീറാകുന്ന അംഗീകാരത്തിലൂടെയോ ഈ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരു രൂപത്തിലുള്ള പ്രമാണങ്ങളും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അഥവാ നബി ആഘോഷിച്ചില്ല, ആഘോഷിക്കാൻ പറഞ്ഞില്ല, സഹാബത്ത് ആഘോഷിച്ചില്ല, നബി അത് കണ്ടില്ല, നബി അതിന് അംഗീകാരവും കൊടുത്തില്ല. ഇതിലൊക്കെ നമുക്ക് ഈ വിഷയത്തിലൊന്നും ഒരാൾക്കും ഇന്ന് തർക്കിക്കാൻ കഴിയില്ല. കാരണം
പ്രമാണങ്ങൾ അതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരും ഇത് ആചരിച്ചില്ല. അതുപോലെ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധങ്ങളായ 4 വീക്ഷണങ്ങളാണ്, അഥവാ 4 മദ്ഹബുകളാണ്. ഒന്നാമത്തെ മദ്ഹബ് അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹനഫി മദ്ഹബ്. രണ്ടാമത്തെ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന മാലിക്കി മദ്ഹബ്. മൂന്നാമത്തെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ അറിയപ്പെടുന്ന ശാഫിഈ മദ്ഹബ്. നാലാമത്തത് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ അറിയപ്പെടുന്ന ഹംബലി മദ്ഹബ്. ഈ 4 മദ്ഹബിലും ചേർത്തി പറയുന്ന മഹാന്മാരായ ഇമാമീങ്ങൾ ഉത്തമന്മാരായ ഏറ്റവും കൂടുതൽ ഉത്തമമായ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറുൻ നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടും ഏറ്റവും ഉത്തമരായ ജനങ്ങളുമൊക്കെ എന്റെ നൂറ്റാണ്ടിലുള്ളവരാണ്, പിന്നീട് അതിനോടടുത്ത് വരുന്ന 2 നൂറ്റാണ്ടുകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ നൂറ്റാണ്ടിനകത്ത് ജീവിച്ചു പോയവരാണ് സഹാബത്തും താബിഈകളും മഹാന്മാരായ ഇമാമുകളടക്കമുള്ള ആളുകൾ. ഈ ഇമാമിയങ്ങളുടെ ഒന്നും ഗ്രന്ഥങ്ങളിൽ ഷാഫി ഇമാമിന്റെ ഒരു കിതാബിൽ, ഹനഫി ഇമാമിന്റെ ഒരു കിതാബിൽ, മാലിക്കി ഇമാമിന്റെ ഒരു കിതാബിൽ, ഹംബലി ഇമാമിന്റെ ഒരു കിതാബിൽ റബീഉൽ അവ്വലിനെ സംബന്ധിച്ചൊരു പോരിശ പറയുന്നില്ല. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു ആചാരത്തെ സംബന്ധിച്ച് പറയുന്നില്ല. അതിലേക്കുള്ളൊരു നിർദ്ദേശം കാണുന്നില്ല. അന്നെന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മം ചെയ്യാനുള്ള ഒരവരി പോലും ഇവരുടെ ഒന്നും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ, ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആഘോഷങ്ങളെ നടത്താവൂ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം പോലും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നത് പ്രവാചകനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാനാണ്. ഞങ്ങളുടെ ഉദ്ദേശം അല്ലാഹു കാണുന്നുണ്ട്, ഞങ്ങളുടെ ഉദ്ദേശം അല്ലാഹു അറിയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള ആദരവ്, അവിടുത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള ഒരു അവസരമാണിത്. അതില്ലാത്ത ആളുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല, അവർക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്തില്ല, നബിയോട് വെറുപ്പുള്ളത് കൊണ്ടാണ് അവർ മീലാദ് ആഘോഷിക്കാത്തത്. എത്ര കൃത്രിമമായിട്ടാണ് ആ വാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അവർ എഴുതിവിടുന്നുവെന്നോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ പേര് കേൾക്കുന്നത് പോലും നമുക്ക് വെറുപ്പാണല്ലോ. അതേപോലെയാണ് മുജാഹിദിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുന്നത് വരെ അലർജിയാണ്. റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് പോലും അലർജിയാണ്. അതുകൊണ്ടല്ലേ അവർ ജന്മദിനം ആഘോഷിക്കാത്തത്, അതുകൊണ്ടല്ലേ അവർ റസൂലുള്ളാഹിയുടെ മദ്ഹ് പാരായണം ചെയ്യാത്തത്, അതുകൊണ്ടല്ലേ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുത്തെ ജന്മദിനം അവർ ആഘോഷിക്കാത്തത് എന്നൊക്കെ എഴുതി വിടുകയും പ്രസംഗിക്കുകയും പാവപ്പെട്ട എത്രയോ ആളുകൾ അവർ തെറ്റിദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവർക്കൊരു വിലയില്ല, ഉണ്ടെങ്കിൽ അവർ കാണിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ ഉപദേശ നിർദ്ദേശങ്ങളെയും അക്ഷരം പ്രതി സ്വീകരിച്ചവരാണ് സ്വഹാബത്തെന്ന് നേരത്തെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ആ സ്വഹാബിമാർക്ക് റസൂലുള്ളാഹിനോട് വെറുപ്പായിരുന്നുവോ? ആ സ്വഹാബത്തിന് റസൂലുള്ളാഹിനോട് സ്നേഹക്കുറവുണ്ടായിരുന്നുവോ? ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും അങ്ങനെ പറയോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചവരാണ് സ്വഹാബത്ത്. നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ പ്രത്യേകത, നമുക്ക് കിട്ടാത്ത ഒരു മഹത്വം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം കണ്ടവരാണ്, റസൂലുള്ളാഹിയുടെ മുടി കണ്ടവരാണ്, റസൂലുള്ളാഹിയുടെ കണ്ണും മുഖവും ഒക്കെ കണ്ടവരാണ്, റസൂലുള്ളാഹിയുടെ കൈകാലുകൾ കണ്ടവരാണ്. ആ ശരീരത്തെ തന്നെ സ്നേഹിക്കാൻ, ആ ശരീരത്തെ തന്നെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം കിട്ടിയവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ റസൂലുള്ളാഹിയുടെ ശരീരത്തെയും സ്വഹാബത്ത് സ്നേഹിച്ചു. അവിടുത്തെ ജീവനെ അവർ സ്നേഹിച്ചു. സ്വന്തം ജീവനേക്കാൾ അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, നബിയെ, എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ്, അങ്ങയെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അങ്ങയോടാണ് എനിക്ക് കടപ്പാടുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തല്ലോ, പോരെ ഉമറേ, നിന്റെ ശരീരത്തെക്കാളും നീ എന്നോട് സ്നേഹം കാണിക്കണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു പ്രവാചകൻ, ഔലാ ബിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക് ഏറ്റവും കടമപ്പെട്ടവനാണ്, ഏറ്റവും അവരുടെ ആദരവിനും സ്നേഹത്തിനും ബഹുമാനത്തിനും കടപ്പെട്ടവരാണ്.
മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ. വഅസ്വാജുഹു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ആ ബഹുമാനമുണ്ട്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട എന്തിനും ആ ആദരവുണ്ട്. ഇതിന്റെ തെളിവാണല്ല ഉടനെ പറയുന്നത്. റസൂലുള്ള മാത്രമല്ല, വഅസ്വാജുഹു റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഉമ്മഹാത്തുഹും മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഉമ്മമാരാണവര്. മുസ്ലിമീങ്ങളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് റസൂലുള്ളാഹിയുടെ ഭാര്യമാർ. ആദരവും ബഹുമാനവും റസൂലുള്ളയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കുമുണ്ട്. അങ്ങനെ നബിയുമായി ബന്ധപ്പെട്ടത് എന്തിനുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ കുടുംബത്തോടുള്ള സ്നേഹവും ഈമാനിൽപ്പെട്ടതാണ്. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹിജ്റ പോയവർക്ക് ബഹുമാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ മദീനയിലെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത അൻസാറുകളോടുള്ള സ്നേഹം പോലും ഈമാനിന്റെ ഭാഗമാണ്. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാറുകളെ സ്നേഹിക്കുന്നത് പോലും ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ നബിയുമായി ബന്ധപ്പെട്ട എന്തിനും ബഹുമാനമാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം കാണിച്ച സഹാബാ കിറാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ അവർ സ്നേഹിച്ചു. നബി തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ ഒരൽപ്പനേരം ഒറ്റക്കാകുന്ന ഒരു ഘട്ടമെത്തിയപ്പോ മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു, ഇനി മുസ്ലിമീങ്ങൾക്ക് രക്ഷയില്ലെന്ന കിംവദന്തി പരന്നപ്പോ മുസ്ലിമീങ്ങളുടെ സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടിയപ്പോ പല ആളുകളും മുസ്ലിമീങ്ങളുടെ ഭടന്മാര് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയപ്പോ ആ അവസരം മുതലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ കോപ്പുകൂട്ടുകയാണ്. മലയുടെ പിന്നിൽ നിന്ന് ഖാലിദിന്റെ നേതൃത്വത്തിൽ സൈന്യം വന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞിരിക്കുന്ന പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് റസൂലുള്ളാഹിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പുകൾ ഉതിർക്കുമ്പോ ആ ഉഹദ് യുദ്ധക്കളത്തിൽ ബാക്കിയായിട്ടുള്ള സഹാബിമാര്, ഓടിപ്പോയിട്ടില്ലാത്ത സഹാബിമാര് റസൂലുള്ളാഹിയുടെ ഭാഗത്തേക്ക് അങ്ങ് ഓടിച്ചെന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റുഭാഗത്തും അവര് കൈകോർത്ത് നിന്ന് മനുഷ്യമതിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്തിനെന്നോ റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പുകളെയും തങ്ങളുടെ കൈപ്പത്തികൾ കൊണ്ട് നേരിടാൻ, തോൾ കൈ കൊണ്ട് നേരിടാൻ, വിരിമാറുകൊണ്ട് നേരിടാൻ, മുതുക് ഭാഗം കൊണ്ട് നേരിടാൻ, കാൽത്തൊട കൊണ്ട് നേരിടാൻ, അങ്ങനെ ശരീരത്തിൽ റസൂലുള്ളാഹിയുടെ ഒരു രോമത്തിന് പോലും ഒരു പോറലുവേൽക്കാതിരിക്കാൻ വേണ്ടി നബിതങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വഹാബത്ത് വലയം തീർക്കുന്നു. അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അമ്പ് കൊണ്ട ധാരാളക്കണക്കിന് മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന്. അമ്പ് വന്ന് തറച്ച് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണപ്പെടാറുള്ള മുള്ളൻ പന്നി എന്ന് പറയുന്ന ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ അത് ശത്രുവിനെ കാണുന്ന നേരത്ത് അമ്പുകൾ ഇങ്ങനെ നിർത്തുമ്പോ ഇതേപോലെ അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ റസൂലുള്ളാഹിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യപ്പെട്ട അമ്പുകൾ അദ്ദേഹം ഏറ്റുവാങ്ങിയ അടയാളമുണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ പറയാനെന്ത് എളുപ്പാണ്. റസൂലുള്ളാഹിനെ അവർ ജീവനേക്കാൾ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ അവർ സ്നേഹിച്ചു, അവിടുത്തെ ആദർശത്തെ സ്നേഹിച്ചു. എന്ത് പറഞ്ഞാലും അത് അപ്പടി സ്വീകരിക്കുന്ന സഹാബിമാർ, എന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാലും അത് അപ്പടി ജീവിതത്തിൽ കണ്ടുവരുന്ന ആ ഒരവസ്ഥ. നബിയെ ഒരു നേരം കാണാതിരുന്നാൽ നാളെ പരലോകത്ത് വെച്ച് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് കരയുന്ന സഹാബിമാർ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലതാ സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഇരിക്കുകയാണ്. മുഖം വല്ലാതെ വിവർണമാണ്, സങ്കടത്തിന്റെ മുഖം, ദുഃഖത്തിന്റെ മുഖമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി യറാക മഹ്സൂന, എന്താ സൗബാനെ മുഖം വല്ലാതിരിക്കുന്നത്? എന്താ ഇന്ന് നിന്റെ മുഖത്ത് ഇത്ര വലിയ വിഷമം? സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ അങ്ങയെ ഒന്ന് കണ്ണിറയെ കാണണം, അങ്ങയുടെ ശബ്ദമൊന്ന് കേൾക്കണം, അങ്ങയുടെ മജ്‌ലിസിലൊന്ന് വന്നിരിക്കണം എന്ന് കൊതി തോന്നിയാൽ ഈ ദുനിയാവിൽ അതിനൊരു പ്രയാസമില്ല, എന്ത് എളുപ്പമാണ്. ഓടി വരാം അങ്ങയുടെ മജ്‌ലിസിൽ, ഓടി വന്നാൽ അങ്ങയെ കണ്ണിറയെ കാണാം, അങ്ങയുടെ ശബ്ദം മതി വരുവോളം കേൾക്കാം. അതൊക്കെ ഈ ദുനിയാവിലല്ലേ നടക്കുകയുള്ളൂ. നബിയെ, ഞാനും നിങ്ങളും വഫാത്തായി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അങ്ങ് അത്യുന്നതമായ സ്വർഗത്തിന്റെ സ്ഥാനത്തായിരിക്കുമല്ലോ. ഈ സൗബാനാണെങ്കിൽ എവിടെയായിരിക്കുമെന്നറിയില്ലല്ലോ. നബിയെ, അങ്ങയെ പരലോകത്ത് വെച്ചൊന്ന് കാണാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിൽ അങ്ങുന്നതമായ പദവിയിലായിരിക്കുമല്ലോ, കാണാൻ എനിക്ക് കഴിയാതെ പോകുമല്ലോ, അവിടുത്തെ ശബ്ദം എനിക്ക് കേൾക്കാൻ
കഴിയാതെ പോകുമല്ലോ. ആ ഒരു സങ്കടമാണ് എന്റെ മുഖത്തിപ്പോ വല്ലാതെ പ്രകടമാകുന്ന ദുഃഖം. ഉടനെ എന്ത് പറയണമെന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി വരുന്നു. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവര് ഭയപ്പെടണ്ട. അത്തരത്തിലുള്ള ആളുകൾ അവര് വിഷമിക്കണ്ട. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ എന്താ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞത്? അത്തരത്തിലുള്ള ആളുകൾക്കുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. അക്കൂട്ടർ മഅല്ലദീന അന്നമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരായ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഈ മഹത്തുക്കളോടൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിൽ. വഹസുന ഉലൈക റഫീഖാ, കൂട്ടുകാരും മിത്രങ്ങളും ചങ്ങാതിമാരും ഒക്കെയാകാൻ ഇക്കൂട്ടർ എത്ര നല്ലവരാണ്. എന്നിട്ട് വിഷമിക്കണ്ട സൗബാനെ, വിഷമിക്കണ്ട. അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് ഇഷ്ടപ്പെട്ട നബിമാരെ ഇഷ്ടപ്പെടുന്ന നേരത്ത് സ്വർഗത്തിൽ വെച്ച് കാണാനും സംസാരിക്കാനും ഒരുമിച്ച് ചേരാനും ഒക്കെ കഴിയും എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതിനെന്ത് വേണം? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, അവരുടെ കൽപ്പനകൾ ശിരസാവഹിക്കണം. ഇതാണ് സഹാബിമാർ അവരുടേതായ ജീവിതത്തിൽ പ്രകടിപ്പിച്ചൊരു സുഹൃത്തുക്കളെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് സഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? പ്രവാചകന്റെ ഓരോന്നും ജീവിതത്തിൽ പകർത്തുക, അങ്ങനെ പ്രവാചകനോടുള്ള മഹബത്ത് കാണിക്കുക. അതിലപ്പുറമുള്ള ഒരു ആഘോഷം പ്രവാചകൻ പഠിപ്പിച്ചിരുന്നിട്ടില്ല. അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് ബിദ്അത്ത് തന്നെയാണ്, അത് അനാചാരം തന്നെയാണ്. നമുക്ക് പ്രമാണങ്ങളിൽ ഒരു നിലക്കും അതിന് തെളിവ് കാണാൻ സാധ്യമല്ല. ഇതെല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പല ആളുകളും ഇസ്ലാഹി പ്രസ്ഥാനം പലപ്പോഴും ജനങ്ങളോട് തുറന്നു പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കാത്തത്. അവിടുന്ന് അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതിനെതിരെ പല രൂപത്തിലുള്ള പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകളും, അവർക്കിതിലൊരു കൃത്യമായ ഒരു നയം നമുക്ക് കാണാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, നബിദിനാഘോഷത്തെ സംബന്ധിച്ച് ഇപ്പോഴും വ്യത്യസ്തങ്ങളായ ഒരു നിലപാടുകളിൽ ഒരു ഉറപ്പുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന പല മതസംഘടനകളെയും നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷത്തെക്കുറിച്ച് അവരൊരിക്കലും എഴുതിയത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് അവരെഴുതി ഒരു ചോദ്യത്തിന് ഉത്തരമായി. എന്താ എഴുതിയത്? ശ്രദ്ധിച്ചോളൂ. ഒരു വിഭാഗം മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കാറുണ്ടെന്നത് ശരിയാണ്. പക്ഷേ നബിദിനാഘോഷം മാത്രമല്ല, കടുത്ത ശിർക്ക്പരമായ വിശ്വാസാചാരങ്ങൾ തന്നെയും വെച്ച് പുലർത്തുന്നവരാണ് ലോകത്തെങ്ങുമുള്ള മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം. ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വന്നവർ ഒരു പരിധിവരെ പഴയ വിശ്വാസാചാരങ്ങൾ നിലനിർത്തിയതും വിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും കുറിച്ച ദയനീയമായ അജ്ഞതയും പുരോഹിതന്മാരുടെ തെറ്റായ നേതൃത്വവും സംസ്കരണ പ്രസ്ഥാനങ്ങളുടെ അഭാവവുമൊക്കെയാണ് മുസ്ലിം ലോകത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കാൻ കാരണങ്ങൾ. എന്നിട്ട് പറയാണ്, ഇത് നബിദിനാഘോഷം ശരിയാണെന്നതിന് തെളിവാകുന്നില്ല. പ്രവാചകന്റെ കാലം തൊട്ടേ നബിദിനം ആഘോഷിച്ചു വന്നിട്ടുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. അതിന് വിശ്വാസ്യമായ തെളിവുകളില്ല. മക്കയിലും മദീനയിലുമൊക്കെ യാഥാസ്ഥിതികരുണ്ടെങ്കിൽ അവർ നബിദിനവും ആഘോഷിക്കുന്നുണ്ടാവാം. എന്നിട്ട് അവസാനം പറയാണ്, തെളിവുകളെ വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കാനാവുമെങ്കിൽ മാത്രമേ നബിദിനവാദികൾക്ക് പിടിച്ചു നിൽക്കാനാവൂ. ഇത് ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ്. അപ്പൊ കൃത്യമായി പറഞ്ഞു, എന്ത് ഒരു തെളിവും നബിദിനാഘോഷത്തിനില്ല, അതുകൊണ്ട് അത് ബിദഅത്താണ്. ഇനിയും നോക്കൂ നിങ്ങൾ, വേറൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറയണം, അതും അങ്ങനെ തന്നെയാണ്. നബിദിനാഘോഷം ഇസ്ലാമിലില്ല. അദ്ദേഹം പറയണം, നബിദിനാഘോഷം ഇസ്ലാമിലില്ല. പ്രവാചകരോ ശിഷ്യന്മാരോ നബിയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല, അതാഘോഷിക്കാൻ ഉപദേശിച്ചിരുന്നുമില്ല. അതൊരു മതാചാരമായി വന്നത് പിൽക്കാലത്താണ്. മതത്തിൽ പുതുതായി ചേർക്കുന്ന ആചാരങ്ങളെല്ലാം ബിദ്അത്തുകളുമാണ്. മൗലിദാഘോഷം അടിസ്ഥാനപരമായി ശരിയല്ലെന്നിരിക്കെ അന്ന് പ്രത്യേകമായി നടക്കുന്ന മൗലീദും അന്നദാനവും മാത്രം അനുവദനീയമായി തീരുകയില്ല.